മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലുള്ള സർക്കാർ വിദ്യാലയത്തിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെതിരെ ഓസ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനവും ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാണിച്ച് സിജെപി നടത്തുന്ന സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിനിന്റെ ഭാഗമായി ചാവലയിലുള്ള ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനമാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂളിലെ അധ്യാപകനായ സയ്യിദ് ഷംഷദ് ബാനു ഖൈരാദലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ദീപ്കെയും അനുയായികളും സ്കൂൾ അധികൃതരുടെ അനുമതി കൂടാതെ ക്ലാസ് മുറികളിൽ പ്രവേശിച്ച് കുട്ടികൾക്കൊപ്പം ഇരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതുവഴി പഠന പ്രവർത്തനങ്ങളും ഓഫീസിലെ ദിനചര്യകളും പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ പ്രധാന ആരോപണം. കൂടാതെ സന്ദർശന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ദീപ്കെ തത്സമയ അന്വേഷണത്തിൽ സ്കൂളിലെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ മറ്റു സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ താൽക്കാലികമായി എത്തിച്ച് ക്ലാസ്സിൽ ഇരുത്തിയതാണെന്നാരോപിച്ച് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തിയെന്നും അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സ്കൂളിലെ ശുചിത്വമില്ലായ്മ, കുടിവെള്ള ലഭ്യതക്കുറവ്, ശൌചാലയങ്ങളുടെ ദുരവസ്ഥ എന്നിവ തുറന്നു കാട്ടാനാണ് സന്ദർശനം നടത്തിയതെന്നും സന്ദർശനത്തിന് തൊട്ടുമുൻപ് മാത്രമാണ് ചിലയിടങ്ങളിൽ ഉച്ചഭക്ഷണത്തിലുള്ള പാത്രങ്ങളും വെള്ളവും എത്തിച്ചതെന്നും മറുവശത്ത് ആരോപിക്കുന്ന ദീപ്കെ സംശയകരമായ സാഹചര്യത്തിൽ സ്കൂൾ വളപ്പിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ സംഭവത്തിൽ കൂടുതൽ വിവരശേഖരണത്തിനും അന്വേഷണത്തിനുമായി ഔസ പോലീസ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്.